ഇന്നത്തെ വീഡിയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമുക്കിന്ന് മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഫോണുകൾ ഒരു പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ അതിലും താത്തി നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് അവനൊരു ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞു. അത്യാവശ്യമാണ്, ഓൺലൈനിൽ വാങ്ങാനുള്ള സമയമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണുണ്ട്. ആ ഫോൺ മൊത്തം അടിച്ചു പോയി, ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യമാണ്, ഏതെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് പോയി. ഞങ്ങൾ ആദ്യം ഒന്നിട്ട് ചെറിയ കടകളിൽ കയറി. അവിടെയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ താഴെ ബഡ്ജറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒപ്പോയുടെയും വിവോയുടെ ഒക്കെ 1-2 ചെറിയ ഫോണുകൾ മാത്രമേ ഉള്ളൂ. അതിനും പ്രൈസ് നോക്കിയപ്പോഴത്തേക്കും ഓൺലൈൻ പ്രൈസിനേക്കാളൊക്കെ ഭയങ്കര കൂട്ടിയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും വലിയ കടയിൽ പോകാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ, അതുമാത്രമല്ല വിലയും കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് മൈജി ഉണ്ടായിരുന്നു, ഓക്സിജൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ ക്രോമ എന്ന് പറഞ്ഞ ഷോപ്പ്. സത്യം പറയാലും നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്, എനിക്ക് ക്രോമ എന്ന് പറഞ്ഞ ഷോപ്പിനെ പറ്റി അറിയില്ലായിരുന്നു. ഇത് നമ്മുടെ റിലയൻസ് ഡിജിറ്റലിനൊക്കെ എതിരായിട്ട് ടാറ്റ ഇറക്കിയിട്ടുള്ള ഒരു ഷോറൂം ശൃംഖലയാണ് ക്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കണ്ട കട അതായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അവിടെ ചെന്നിട്ട് 10,000 രൂപ താഴെ ഫോണുകൾ നോക്കിയപ്പോൾ ഈ ചെറിയ കടകളിൽ കണ്ട അതേ ഫോണുകളൊക്കെ തന്നെ അവിടെ ഉള്ളൂ. പക്ഷേ പ്രൈസ് വൈസ് കുറച്ച് കുറവുണ്ട്. ഞങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്തിട്ട് അത് വാങ്ങാനായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് മാറി ഒരു സെക്ഷനായിട്ട് കുറച്ച് ഫോണുകൾ ഇരിപ്പുണ്ട്. ആ ഒരു സെക്ഷനിൽ ചെന്ന് നോക്കിയപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അതായത് അതിൻ്റെ പ്രൈസ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അവിടെ S22 അൾട്ര ഉണ്ടായിരുന്നു. S22 അൾട്രയുടെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80,000-85,000 രൂപ എന്തായാലും ഉണ്ട്. ആ S22 അൾട്രയ്ക്ക് ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 60,000 രൂപയായിരുന്നു. 60,000 അല്ല 62,000 ആ റേഞ്ചിലായിരുന്നു പ്രൈസ് ഇട്ടിരുന്നത്. സാംസങ്ങിൻ്റെ 1-2 ഫോണുകൾ വേറെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ സാംസങ്ങിൻ്റെ A53 എന്ന് പറഞ്ഞ ഫോണുണ്ട്. അതിൻ്റെ ഇന്നത്തെ പ്രൈസ് 6GB റാം 128GB മോഡലിന് 28,000 രൂപ പ്രൈസ് ഉണ്ട്. അതിനിട്ടിരിക്കുന്നത് 12,000 രൂപ. അതുപോലെ തന്നെ റിയൽമിയുടെ 9i എന്ന് പറഞ്ഞ ഫോൺ, അതിന് ഇന്നത്തെ പ്രൈസ് 15,000 രൂപ പ്രൈസ് വരുന്നുണ്ട്. അതിനിട്ടിരിക്കുന്നത് 9,000 രൂപ, അതായത് 8,999 രൂപയാണ് അതിനിട്ടിരിക്കുന്ന പ്രൈസ്. മാർക്കറ്റിൽ ഇന്നൊരു 10,000 രൂപ അല്ല 12,000 രൂപ പ്രൈസുള്ള ഫോണിനൊക്കെ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപ പ്രൈസിനൊക്കെ മൊബൈൽ അവിടെ ഉണ്ടായിരുന്നു. ആ ഷോറൂമിൽ നിൽക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, ഇനി ഇത് സെക്കൻഡ് ഹാൻഡ് ഫോണാണോ, അതുകൊണ്ടാണോ ഇത്തരം പ്രൈസ് അത് വിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞത് ഇത് സെക്കൻഡ് ഹാൻഡ് ഫോണല്ല, ഇത് ഷോറൂമിൽ ഡിസ്പ്ലേയിൽ വെക്കുന്ന ഫോണുകളാണ്. അതായത് ഇതുപോലുള്ള വലിയ വലിയ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടംപോലെ മൊബൈൽസ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ആ മൊബൈൽ എടുത്തൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെയുള്ള മൊബൈൽ ഫോൺസ് ഏകദേശം 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരത് വിൽക്കും. ഓൾമോസ്റ്റ് എല്ലാ ഫോണുകൾക്കും മിനിമം 50% ഡിസ്കൗണ്ട് ഉണ്ട്, ചിലതിനൊക്കെ അതിലും കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സാംസങ്ങിൻ്റെ A53 എന്ന് പറഞ്ഞ മോഡൽ ഇന്ന് 28,000 രൂപ മാർക്കറ്റിൽ വിലയുള്ള ഫോണാണ്. അതിന് 12,000 രൂപയ്ക്ക് കിട്ടും. നമ്മളിങ്ങനെ വാങ്ങുന്ന ഫോൺ ഷോറൂമിലെത്തിയിട്ട് 6 മാസം ആയുള്ളൂ. അപ്പോൾ സാധാരണ നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ 1 വർഷമാണ് നമുക്ക് വാറണ്ടി കിട്ടുന്നത്. അപ്പോൾ ബാലൻസ് 6 മാസത്തെ വാറണ്ടി നമുക്ക് കിട്ടും. അതുകൂടാണ്ട് ഒരു 250 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതായത് ഒരു 9 മാസത്തെ വാറണ്ടി നമുക്ക് ഫോൺ വാങ്ങുമ്പോൾ കിട്ടും. എൻ്റെ ഒരു ഫ്രണ്ട് മൊബൈൽ ഫോൺ സർവീസും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ആളെ ഇങ്ങനെ സംഭവം ഉണ്ട്, ഫോൺ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. ഈ ഷോറൂമിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺസ് ആണെങ്കിൽ ഈ ഷോറൂം തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു 8 മണിക്കൂറാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 8 മണിക്കൂറും ആ ഫോൺ ഓൺ ആയിരിക്കും. അവർ ഫുൾ ടൈം ചാർജർ കുത്തി ഓൺ ആക്കിയിട്ടായിരിക്കും ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. അവൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയുള്ള ഫോണുകൾ വാങ്ങിക്കഴിഞ്ഞാൽ മേ ബി ബാറ്ററി ആദ്യം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബാറ്ററിക്കൊക്കെ കമ്പനി തരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 6 മാസമാണ്. അതായത് നമ്മൾ ഈ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ വാറണ്ടി തീർന്നിട്ടുണ്ടാവും. നമ്മൾ വാങ്ങിയതിന് ശേഷം എപ്പോൾ ബാറ്ററി പോയാലും നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നന്നാക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നോക്കിയാലും നമുക്ക് ഇത്രയും പ്രൈസ് കുറച്ച് കിട്ടുന്നതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ബാറ്ററി മാറിയാലും നമുക്കൊരു നഷ്ടമില്ല എന്നാണ് അവൻ പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് റിയൽമിയുടെ 9i ആണ്. അതിനിപ്പോൾ ഓൺലൈനിൽ പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. ഇവിടെ 8,999 രൂപ കിട്ടി. അതായത് ഒരു 6,000 രൂപ പ്രൈസ് കുറച്ച് കിട്ടി. ഞാനും 2 ഫോൺ വാങ്ങി. ഒന്ന് സാംസങ് ഗാലക്സി A53 28,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഫോണാണ്. ഇത് 12,000 രൂപയ്ക്ക് എനിക്ക് കിട്ടി. 5G ഫോണാണ്, 6GB റാം വരുന്നുണ്ട്, 128GB മെമ്മറി വരുന്നുണ്ട്, എക്സിനോസിൻ്റെ പ്രോസറാണ്. ഒരിക്കലും 28,000 രൂപയ്ക്ക് ആരും ഈ ഫോൺ വാങ്ങണമെന്ന് ഞാൻ പറയുകയില്ല. ഒരിക്കലും ഇത് വെറുത്തല്ല. 12,000 രൂപയ്ക്ക് എനിക്ക് ഒരിക്കലും ഈ ഫോണിൻ്റെ പകുതി ഫീച്ചേഴ്സ് ഉള്ള ഫോൺ പോലും കിട്ടിയില്ല. ഇതാണ് ഞാൻ വാങ്ങിയ സാംസങ്ങിൻ്റെ A53. ഇതാ നോക്ക്, ഇതാണ് നമ്മുടെ ഫോൺ. എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടോ നോക്കി, പുത്തൻ പുതിയ ഫോൺ പോലെ ഇല്ലേ. കണ്ട ഡിസ്പ്ലേ കണ്ട, എന്ത് കിട്ടി ഡിസ്പ്ലേ നോക്കി, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ക്രാച്ചും പരിപാടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഷോറൂം ഇരിക്കുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്ന സംഭവം. ഞാൻ ഒരു ഫോൺ വാങ്ങാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പ്രൈസ് കണ്ടപ്പോൾ ഞാൻ ഒരു ഫോണോട് വാങ്ങിപ്പോയി. റെഡ്മിയുടെ 11 പ്രൈം. ഈ ഫോണിനും ഇന്ന് ഓൺലൈനിൽ 10,000 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് ഉണ്ട്. എനിക്ക് ഈ ഫോൺ കിട്ടിയത് 4,500 രൂപയ്ക്കാണ്. 4GB റാം വരുന്നുണ്ട്, 64GB മെമ്മറി വരുന്നുണ്ട്, 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഹീലിയോ G99 എന്ന് പറഞ്ഞ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സർ വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 50 മെഗാപിക്സലാണ് ക്യാമറ വരുന്നത്, അതും ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. ഇതെല്ലാം കൂടെ 4,500 രൂപയ്ക്ക് എനിക്ക് കിട്ടി. 4,500 രൂപയ്ക്ക് കിട്ടിയ റെഡ്മി 11 പ്രൈം, 50 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. നോക്കിക്കേ എന്ത് സൂപ്പർ ഫോണാണെന്ന് നോക്കി, ഒരു സ്ക്രാച്ചോ പരിപാടികളോ ഒന്നുമില്ല. കണ്ട
ഞാൻ ഈ പറയണ കേട്ടിട്ട് നിങ്ങൾ ചാടിക്കറി ഫോൺ വാങ്ങണമെന്നല്ല ഞാൻ പറയണത്. മേ ബി നമ്മൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും വേണേൽ ബാറ്ററി കംപ്ലൈൻറ്റ് വരാം. ഇനി ബാറ്ററി കംപ്ലൈൻറ്റ് വന്നാൽ നമുക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നന്നാക്കേണ്ടി വരും. ഇത് വാറണ്ടിയിൽ പെടിയല്ല. ഇനി മദർ ബോർഡിനോ ഡിസ്പ്ലേക്കോ ഒക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാൽ 9 മാസത്തിനുള്ളിലാണ് കംപ്ലൈൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് മാറി കിട്ടും. അതായത് ഏത് ഫോണാണ് വാങ്ങുന്നത് ആ ഫോണിൻ്റെ ഓതറൈസ് സർവീസ് സെൻ്റർ ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മാറി കിട്ടും. നമ്മൾ ഈ ഫോൺ വാങ്ങിയിട്ട് 1 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വിറ്റാലും എനിക്ക് തോന്നുന്നു ഏകദേശം ഈ നമ്മൾ വാങ്ങിയ പ്രൈസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഓടിക്കറി ക്രോമയുടെ ഷോറൂമിലിട്ട് എന്നിട്ട് ഫോൺ ചോദിച്ചാൽ ചിലപ്പോൾ അവിടെ ഈ ഫോൺ ഉണ്ടാകണമെന്നില്ല. എല്ലാ ഷോറൂമിലും ഉണ്ടാകണമെന്നില്ല. അവിടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവർക്ക് പോലും അറിയാൻ പറ്റില്ല ഇത് എപ്പോഴാണെങ്കിലും വില കുറച്ച് ഫോൺ വരുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഷോറൂമിൽ രാവിലെ വരുമ്പോഴായിരിക്കും അറിയുന്നത് ഇത്തരം ഫോണുകൾ വില കുറച്ച് വിൽക്കാനുണ്ടെന്ന്. അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ പറഞ്ഞത് ഇത് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ മിക്കവാറും അതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി അല്ല അവർക്ക് വേണ്ടിയിട്ടൊക്കെ അവർ തന്നെ അത് വാങ്ങും. അതുകൊണ്ട് എപ്പോഴാണ് ഇങ്ങനെയുള്ള ഫോണുകൾ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇത് ക്രോമയുടെ ഷോറൂമിൽ മാത്രമുള്ള പരിപാടിയല്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഓക്സിജനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചു വെച്ചപ്പോൾ അവനും പറഞ്ഞു അവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെ ഡിസ്പ്ലേ ഇരിക്കുന്ന ഫോണുകൾ അവരും വിൽക്കാറുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ ഷോറൂമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റിൽ നിൽക്കുക. അപ്പോൾ അവരോടൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫോണുകൾ വിൽക്കാൻ വരുവാണെങ്കിൽ അവർ നമ്മളോട് പറയും. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കുറഞ്ഞ വിലയിൽ ഇങ്ങനെ ഫോണുകൾ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളോടൊന്ന് അറിയിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.